റഫറി ആയിട്ടാണ് എന്നെ അഭിനയിച്ചിട്ട് കേട്ടോ. നല്ലൊരു ഞാൻ ഇത് കണ്ടിട്ടേ വളരെ വിഷമം എനിക്ക് തോന്നിയല്ല. അവിടെ ഉള്ളവർക്ക് ഞാനാണെങ്കിൽ ഒന്നും കാവില്ല, എട്ടത്തെ കൈ കൊണ്ട് കൊടുക്കും. ഓക്കെ, ഫുട്ബോൾ കാണാറുണ്ടോ? ഫുട്ബോൾ കാണാറുണ്ടോ? വേൾഡ് കപ്പ് ഒന്നും കംപ്ലീറ്റ് ഫുള്ള് സന്തോഷം അത്ര അഹങ്കാരം ഉണ്ട് എന്നൊക്കെ പറയാം. അറിയുന്നവർക്ക് ഇത് നിൽക്കേ എനിക്ക് ഈ സിനിമയെ കുറിച്ച് നമ്മുടെ ക്ലൈമാക്സിൽ ഒരു സംഭവം ഉണ്ട്. ഉണ്ണിയേട്ടൻ്റെ ഒരു കാണാൻ പറ്റിയത് നല്ലൊരു മനുഷ്യനാണ്, ശുദ്ധനായ മനുഷ്യനാണ്. ആറാട്ടണ്ണനെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായം. കാരണം ബുദ്ധിമാനാണ് അയാൾ. അയാളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല മറ്റുള്ളവർക്കെന്നുള്ളൂ. ആൾ അടിപൊളിയാണ്, ബുദ്ധിമാനാണ്. എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, മോൻ ആകെ മൊത്തം തലയിലെടുത്തിട്ട് വായിക്കും ഉണ്ണിയായിരിക്കും. അതാണ് ഉണ്ണിയായിരിക്കും. ഞാൻ ശുദ്ധനാണ്, ആൾ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. വെറുതെ എന്തെങ്കിലും പറയില്ല അയാൾ. ഓന് രണ്ട് പെരടി കണ്ടു കൊടുക്കണം. എനിക്ക് പപ്സ് വാങ്ങി തരാന്ന് പറഞ്ഞ മുങ്ങി മനുഷ്യൻ. എനിക്ക് പപ്സ് ഞാൻ ആ കടയിൽ ചെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ആളെ ഞങ്ങളൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സീരിയലില് ഒരുമിച്ച് എനിക്കും കൂടെ കാണാട്ടോ. കണ്ടത് വളരെ സന്തോഷമാണ്. ശുദ്ധനായ മനുഷ്യനാണ്, ശുദ്ധനായ മനുഷ്യൻ, ഉണ്ണിയേട്ടാ. നന്മയുള്ള മനുഷ്യൻ. നന്മയില്ല, നിങ്ങളുടെ ജനറേഷനൊക്കെ ഉള്ളൂ. മനുഷ്യന്റെ മനസ്സെപ്പോഴും ശുദ്ധനായിരിക്കണം. അഹം ബ്രഹ്മാസ്മി. ഓന് വെളിച്ചുണ്ടാവും, മറ്റേ ഇരുട്ടായിരിക്കും. മനുഷ്യനായ വെളിച്ചാണ്. വരാനുള്ള പടങ്ങള് അത് മൂന്നാലിനുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് കിടക്കാച്ചളിയുണ്ട്, ഒന്ന് സൂപ്പിയാണ്ട്, രണ്ട് പടം വർക്ക് ചെയ്ത് ഡബിങ് കഴിയാണ്ട്, അങ്ങനെ രണ്ടെണ്ണം അഭിനയിച്ചു കൊടുക്കാണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിലിടയ്ക്ക് എപ്പോഴാണ് നമ്മളെ അഭിനയം കഴിയാന്നൊന്നും പറയാൻ വയ്യാതെ. നമ്പർ